സാർ, ഈ പുരുഷന്മാര് ചെയ്യുന്ന തെറ്റ് നമ്മൾ തെളിവ് സഹിതം പിടിച്ചാലും അവരെന്താ നമ്മളോടൊത്ത് സമ്മതിക്കാത്തത്? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മളെ കൗൺസിലിങ്ങിന് വിളിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകളും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. നമുക്കൊരു മുറിവുണ്ടായെന്ന് കരുതുക. നമ്മുടെ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വിരലുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനെ കുത്തിക്കൊണ്ടിരുന്നാൽ ആ മുറിവ് ഉണങ്ങുമോ? ഇല്ലല്ലേ. ഇതുപോലെയാണ് മാഷേ നിങ്ങളിൽ പലരും. പുരുഷൻ എന്നോ ചെയ്ത കുറ്റങ്ങൾ ഓരോ വഴക്കിനും കുത്തി കാണിക്കാറില്ലേ? വർഷങ്ങൾ പഴക്കമുള്ള കാര്യമായിരിക്കും, ഓരോ വഴക്കിനും അത് കുത്തി കാണിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ പൊറുക്കും, പക്ഷെ മറക്കില്ല. നിങ്ങൾ തെളിവ് സഹിതം എന്തുകൊണ്ട് ചെന്നാലും അവൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായോ? അവൻ ആലോചിക്കും, എന്നെ അടിക്കാനുള്ള വടി ഞാൻ തന്നെ കൊടുക്കണമോ എന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ. ഈ ഓരോ തവണ കുത്തി കാണിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവൻ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ആ കാര്യം മറക്കാൻ വേണ്ടി, ആ മുറിവ് ഉണക്കാൻ വേണ്ടി അവൻ എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഓരോ തവണയും അതിനെ കുത്തി നോവിക്കുന്നത്. അവൻ്റെ മുറിവുണങ്ങാൻ അവൻ എഫോർട്ട് എടുക്കുമ്പോൾ, ആ മുറിവുണക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി കാണിക്കുമ്പോൾ അവന് നിങ്ങളോട് സ്നേഹമുണ്ടാകുമോ മാഷേ? ഒരിക്കലും സ്നേഹമുണ്ടാകില്ല എന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് ദേഷ്യവും വെറുപ്പും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, പൊറുക്കുന്നതോടൊപ്പം മറക്കാനും പഠിക്കണം. അപ്പോൾ എങ്ങനെ? പൊറുക്കുന്നതെല്ലാം മറക്കാനും പഠിക്കുമല്ലേ? അപ്പോൾ മറക്കാതിരിക്കും. ജീവിക്കേണ്ടതുപോലെ ജീവിക്കും.